ഞാൻ പ്രാക്ടീസിന് ഈ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ആളാ. ഞാൻ അവിടെ കഥകളൊക്കെ കേട്ട് തുടങ്ങുമല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്റേൺഷിപ്പിന്. ആക്ച്വലി ഹോസ്പിറ്റൽസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണി പാളി, നമ്മുടെ കയ്യിലിരിക്കില്ല ഈ കാര്യം. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാനൊരു ആർട്ടിസ്റ്റാണ് ആക്ച്വലി അറ്റ് ഹാർട്ട്. എനിക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ബാധിക്കുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയായി, ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഹോസ്പിറ്റലിലെ ഉള്ളിലെ സിറ്റുവേഷൻസ് തന്നെ ഇങ്ങനെ പ്ലേ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ പ്രോബ്ലംസ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയിന്ന്. അപ്പോൾ അടുത്ത പേഷ്യൻറ്റ് വന്ന് മുമ്പിലിരിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ ദൈവമേ ഇവിടെ നിന്ന് പോകാൻ വല്ല വഴിയുണ്ടോ, ഈ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടെന്ന് പറഞ്ഞ പടത്തിന് വിളിക്കുന്നു എന്നെ ഫോണിൽ. ഇങ്ങനെ അരവിന്ദർ സിംഗിൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിങ് ഓപ്പർച്യൂണിറ്റിക്ക് വിളിച്ചാൽ എന്തിനു വിളിച്ചാലും ഞാൻ അവിടെ നിന്ന് പോരാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഓ ചെയ്യാമെന്ന് പറഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് കയറി പോകുന്നു. പിന്നെ ആ വഴിക്ക് തിരിച്ചു പോയിട്ടില്ല.